യോദ്ധ സിനിമ കണ്ട് കുട്ടിക്കാലം തൊട്ട് കാഠ്മണ്ഡുവിൽ കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. അങ്ങനെ ഫാമിലി മൊത്തത്തോടെ കാഠ്മണ്ഡുവിൽ ട്രിപ്പ് പോയി വീഡിയോയൊക്കെ കണ്ടോളി. ഇതാണ് നമ്മുടെ കാഠ്മണ്ഡുവിലുള്ള റൂമല്ല, ഇതും എയർബിഎൻബി ആണ് ഗൈസ്. നല്ല വിശാലമായ ബെഡ്റൂം. ലൈറ്റിട്ട് തരാം. ബാത്റൂം കണ്ട ഏകദേശം ഇന്ത്യ ഓർമ്മ വരും. നേപ്പാൾ ഇന്ത്യ തന്നെ, പിന്നെ നേപ്പാൾ എന്നൊരു പേര് മാത്രം ഉണ്ടെന്നേ ഉള്ളൂ. അവിടെ അമ്മ പാൻ ഇട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത് അടുത്ത റൂം, ജസ്റ്റ് ഒരു റെസ്റ്റിംഗ് പ്ലേസ്. ഇതിങ്ങനെ 2 കിഡ്സ് ബെഡുണ്ട്. പിന്നെ അടുക്കള അതിവിശാലമായ അടുക്കളയാണ്. ഇവിടെ ലൈറ്റ് ഇവിടെ. ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ട്. കറക്കി വിടുന്ന അമ്പലം കണ്ടോ? യോദ്ധ സിനിമയിൽ കണ്ടിട്ടുള്ള സാധനം. യോദ്ധ സിനിമയിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ ബുദ്ധന്മാർ കറക്കി വിടുന്നത്? ഓർക്കുന്നില്ല യോദ്ധ സിനിമ? ഇന്ന് നമുക്ക് നോക്കിയിട്ട് മറ്റേ യോദ്ധ സിനിമയിലെ അമാവാസി ദിനത്തിൽ ചുക്കു ഇവിടെ എന്തോന്നു ഫുൾമൂണാണ്. എന്തായാലും നമ്മൾ കഴിക്കാൻ വേണ്ടി ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ്സ് എല്ലാം തപ്പിയിട്ട് ഫുഡ് പിടിക്കാത്തതുകൊണ്ട് ഇന്ത്യൻ തന്നെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ചിക്കനോ ടാക്സിക്ക് വെയിറ്റ്. പൈസ തരുമോ? കാറ് പിടിക്കാനായിട്ട് ഇവിടെ കാറില്ല. ഈ സ്റ്റെപ്പ് നടന്നാലേ പറ്റുള്ളൂ. എനിക്ക് പൈസ തരാം, സ്റ്റെപ്പിൽ എന്തിനു കയറ്റുന്നു എന്നാണ് ചോദിക്കുന്നത്. ഈ സ്റ്റെപ്പ് വഴി കാറ് പിടിച്ച് പോകാനാണ് പറയുന്നത്. നമ്മളെങ്ങനെ പോവും? ഞാൻ ഒരു പിശുക്കിയല്ല, പറഞ്ഞാൽ മനസ്സിലാക്കൂ. റോഡിൽ കൂടെ നടക്കാൻ ഒരു കുഴപ്പമില്ല. ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുക, ഒരു കുഴപ്പമില്ല അല്ലേ? പോസ് ചെയ്യേ. നമ്മൾ കാഠ്മണ്ഡു മങ്കി ടെമ്പിൾ അഥവാ സ്വയംഭൂനാഥ് ടെമ്പിളിലോട്ടാണ് ഈ പടി ചവിട്ടി കയറിക്കൊണ്ടിരിക്കുന്നത്. അമ്മ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ആ ബാക്കിലുണ്ട്. സിപിയും പിള്ളേരും ഓൾറെഡി എത്തി. അച്ഛൻ കുറച്ച് ഹാഫ് വരുന്നുണ്ട്. അവിടെ ഒരാൾ വെയിറ്റിംഗ് ആണ്, അമ്മയുടെ ബന്ധു. എവിടെ ഓമനാന്ന് ചോദിക്കുന്നു. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. നല്ല ചായ തോന്നുന്നു. എവിടെ സിബിയുടെ കൂടെ നല്ല ചായ തോന്നുന്നു. നോക്കടാ, മാച്ചിങ് അതേപോലെ കൈയൊക്കെ വെച്ച് നോക്കണം. അത് നോക്കണം, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഇവിടെ എന്നാലും ഇത്രയും സാമ്യത. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് സ്വയംഭൂനാഥ് ടെമ്പിൾ. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ആയിരിക്കും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നേപ്പാളിൻ്റെ കാഠ്മണ്ഡുവിലുള്ള റെസിഡൻഷ്യൽ ഏരിയ. എന്ത് വിസ്താരം പിടിച്ച ഒരു സ്ഥലമാണെന്ന് നോക്കുക. നമ്മൾ ചുറ്റപ്പെട്ട് നിൽക്കുന്നത് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ആണ്. ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഇപ്പോൾ ദാരിദ്ര്യവാസമൊക്കെ സ്ഥലമായിരുന്നു. പക്ഷേ ഭയങ്കര നല്ല അടിപൊളി ഫ്ലാറ്റും അങ്ങനത്തെ ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഒരേ പ്രശ്നം, അടിപൊളി മാൾസ് ഒന്നും ഇല്ല, അടിപൊളി കടകളൊന്നുമില്ല. ഇവർ എവിടെ പോയി സാധനം വാങ്ങിക്കുന്നത് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ഭോലേനാഥ് ശങ്കർ ഭോലെ. എന്താ ബ്രേസ്ലെറ്റ് തളവള സംഭവം. അവിടെ ഒരു നല്ലൊരു മാല ഉണ്ടായിരുന്നു, അത് പോയി വാങ്ങിക്കാൻ വേണ്ടി. ബ്രേക്കും വേണം, ആദ്യം മതിയാണ്.
സൗണ്ട് കേൾക്കണില്ല. അടി ആനടി. ആ അങ്ങനെ ആനടിക്കട്ടെ. വായിച്ചടിക്കേ. ഇവിടെ നിറച്ചും അമ്പലമാണെങ്കിലും ഫുൾ പട്ടികളാണ് അമ്പലത്തിനകത്ത്. ഇറ്റ്സ് ഓക്കെ. ഇവിടെ കുറേ അടിപൊളി മാലകൾക്കെല്ലാം 1000 നേപ്പാളീസ് റുപ്പീസ് 2500 പറയുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇന്ത്യൻ റുപ്പീസിൽ എനിക്ക് തോന്നുന്നു ഒരു 600 രൂപ കുറയ്ക്കണം. അപ്പൻ കത്തി വാങ്ങിക്കാൻ, ഗൂർക്ക കത്തി. ഇത് മൂർച്ചയുള്ളതാണ്. ये शार्प है? കൊല്ലല്ലേ വെജിറ്റബിൾ കട്ട് ചെയ്യാനാണ് തോന്നുന്നു അടുക്കളയിൽ. എന്തിനാണ് വാങ്ങിക്കണേ? ചുമ്മാ വാങ്ങിക്കുന്നില്ലേ? ഫാൻസി. അമ്മമ്മയ്ക്കൊന്നും വേണം. അമ്മ അച്ഛൻ കത്തി വാങ്ങിക്കാൻ അമ്മയ്ക്ക് കുഴപ്പമെന്ത്? എന്ത് അമ്മമ്മയെ കൊല്ലാനാണോ? വട്ട് എപ്പോഴാണ് വരുന്നത്? കത്തി വാങ്ങിക്കുന്നത് ഗുരുതരമായ. നീ ഇത്ര സ്റ്റെപ്പ് താഴെ നടക്കണം. റിയയുടെ വരണല്ലോ, അച്ഛൻ്റെ വരണില്ല സൗണ്ട്. ആ വരണുള്ളൂ. നോക്കൂ, തലമുടി പോലെ എന്താ റിപ്പയർ ചെയ്യുമെന്ന്. എങ്ങനെ റിപ്പയർ ചെയ്യും? വയറൊക്കെ ചെയ്തിട്ടിരിക്കുന്നുണ്ടായത് എങ്ങനെ? നോർമൽ ഒരു കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നതാണ്. പക്ഷെ എന്തൊക്കെ മറ്റേ അടിക്കണമാരുടെ ഇഷ്ടം പോലെ മറ്റേ കുടങ്ങളിരിക്കുന്ന സൗണ്ട് വരുന്ന സ്ഥലങ്ങൾ നിറച്ച്. വില കൂടുതലാണ് ഇവിടെ. ഓക്കെ, അതായത് അച്ഛൻ ഉരുളി മേടിച്ചിട്ടേ അടങ്ങുമെന്നാണ് അമ്മ പറയണത്. വീട്ടിൽ ഇഷ്ടം പോലെ ഉരുളിയുണ്ട്, എന്തിനാണ് ഇത് വാങ്ങിക്കണത് എന്നാണ് അമ്മ പറയുന്നത്. ഇത് ഉരുളിയല്ല, ഇത് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള കലമാണെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. 1400 നേപ്പാളി റുപ്പീസാണ്. അയാൾ ഓടി നമ്മുടെ അടുത്ത്. അയാൾ കറൻസി കൺവേർട്ട് ചെയ്യാൻ കാൽക്കുലേറ്റർ നോക്കാൻ പോയത്. 750. ഇതോടെ ചെറിയ മറ്റേ ബാൻഡ് വേണോ? നേപ്പാളിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല. എല്ലാ കടകളിലും മദ്യപാനം സുലഭമായി കിട്ടുന്ന ഒരു സ്ഥലമാണ്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനെ ഒരു ലോബി ഫോം ചെയ്തിരിക്കുന്നു? ഇവിടെ എല്ലാം ബുർക്കാങ്കടയുടെ ഫ്രണ്ടിലും മദ്യം വെച്ചിട്ടുണ്ട്. ഈ മദ്യം വേണം എന്നുണ്ടായിട്ടൊന്നുമല്ല, പൊതുവെ ഒരു സംശയം. ഒരു നേപ്പാളി തുണിക്കട. ഇതൊരു ഉറങ്ങിക്കിടക്കുന്നു. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇവിടെ ആരാണ് ഇവിടെ ഇലക്ട്രിക്കൽ കണക്ഷൻ ഇങ്ങനെ ചെയ്തത്? മാരുതി 800 നമ്മുടെ നാട്ടിലില്ലെങ്കിലും ഇവിടെ നിറയുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ ടാക്സി നമ്മുടെ ഇവിടെ മാത്രമല്ല. നമ്മുടെ നാട്ടിലുള്ള പഴയ മാരുതി 800 അല്ലേ ഇവിടെയാണ് ഇട്ടേക്കുന്നത് അല്ലേ? ഇവിടെ എല്ലാം കണ്ടോ തന്നെ. മോഹം കൊണ്ട് നീന്താണ്. സേവിയനല്ല, അവർ ഫാമിലി സ്വിമ്മ് നടത്തുകയാണ്. ഹ്യൂമൻസിനെ പോലെ തന്നെ അല്ലേ? ഇവിടുത്തെ ആൾക്കാർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നെറ്റിയിൽ കൊഴുക്കട്ട ഉരുട്ടി വെച്ചതുപോലെ മഞ്ഞളും കുങ്കുമവും ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കും. എന്തിനാണെന്നുള്ളത് കണ്ടാ ഉരുട്ടി വെച്ചേക്കണം. പക്ഷെ നമ്മൾ പശുപതിനാഥ് ടെമ്പിളിൻ്റെ ഏരിയയിലാണ്. ഭയങ്കര ജനക്കൂട്ടം. എന്തൊക്കെയോ പൂജയും എന്തൊക്കെയോ ബഹളം, തർപ്പണം പോലെയൊക്കെ തോന്നും ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും വെള്ളോട്ട് കയറി നോക്കാം.
കുറേ സ്റ്റെപ്പാണ് എല്ലായിടത്തും. എനർജിയാ. സ്മോക്ക് ജസ്റ്റ് കെയിം ടു മൈ ഫേസാ. സിഗരറ്റ് ഒന്നും അല്ല. അമ്പലത്തിലാരും സിഗരറ്റ് വലിയ. സിഗരറ്റില്ല അമ്പലത്തിലാ. ഇതാരപ്പാ പെണ്ണുങ്ങള്. അപ്പോൾ ഗൈസ് നമ്മൾ കാത്മണ്ഡു പശുപതിനാഥ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. കുറേ പേര് ഇതിൻ്റെ ഫ്രണ്ടിൽ നദിയുടെ അവിടെ ഇരുന്ന് തർപ്പണമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓറഞ്ച് പുതപ്പിൽ പൊതിഞ്ഞ 2 മൃതശരീരങ്ങൾ വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ലെങ്തി ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെ അതന്നെ സംഭവം. എന്തായാലും നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു കാഴ്ചയാണത്. ഇങ്ങോട്ട് കയറുമ്പോഴാണ് പശുപതിനാഥിൻ്റെ എൻട്രൻസ്. വാടാ, എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതാണ് ഇവരുടെ മെയിൻ പ്രാർത്ഥന. എന്നെ ഒഴിച്ച് ബാക്കിയല്ല ദിവസം പൊരിഞ്ഞ വെയിലത്ത് ദർബാർ സ്ക്വയറിൽ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിരമിഡ് പോലെ ഇരിക്കുന്ന സ്ഥലത്തിന് മണ്ടയിൽ കയറിയിരുന്ന അച്ഛനും അമ്മയും ലോല്ല അവിടെ. ഇത്രയും വലിയ സ്റ്റെപ്പ് കയറാൻ വയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ മേളിലാണ് ഞാൻ കയറിപ്പോയി ഇരുന്നത്. പോവാം. അമ്മ അച്ഛനും ലോല്ല. നമ്മുടെ എടുക്കുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു നേപ്പാൾ മൊത്തത്തിൽ. കൊള്ളായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത്? കഫേ പാണ്ടയാ ഫുഡ് കഴിച്ചതാ. വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ? വേറെ എന്തെങ്കിലും ക്ഷേത്രങ്ങൾ ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടില്ല. അപ്പം എല്ലാം ഇഷ്ടപ്പെട്ടു. നീ റിയ നേപ്പാൾ ട്രിപ്പിന്റെ റിവ്യൂ